അപ്പോൾ ഇടുക്കി ചില്ലീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ഒരു കാഴ്ചകൾ കാണിക്കാനോ ഒന്നുമുള്ള ഒരു എപ്പിസോഡല്ല കേട്ടോ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബും അതുപോലെ വ്യൂവേഴ്സും ആയിട്ടുള്ള ഫാമിലിയിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തത്. ശരിക്കും ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ട് ഏകദേശം 1.5 വർഷക്കാലമായി. നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസേഷനായി. നമ്മളതിനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, കാരണം പല അസൗകര്യങ്ങളുണ്ടായതുകൊണ്ടാണ് അങ്ങനെ വെക്കാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ 5000 സബ്സ്ക്രൈബിലേക്ക് എത്തുമ്പോഴാണ് അങ്ങനെ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ വെക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലായത്. നമ്മൾ യൂട്യൂബിലൊരു തുടക്കക്കാരെന്ന നിലയ്ക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നത്. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ഒരു ഫോണിൻ്റെ അകത്തായിരുന്നു. വിവോയുടെ V20 എന്ന് പറയുന്ന ഫോണിൻ്റെ അകത്താണ് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും വാഹനമൊക്കെ ഓടിച്ച് ഒരു കൈ കൊണ്ട് ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്താണ് നമ്മൾ യാത്ര ചെയ്യുന്ന വിഷ്വൽസൊക്കെ എടുത്തത്. അത് ഡേഞ്ചറാണെന്ന് അറിയാം, എങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം പല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഒരു ക്യാമറ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പല ആളുകളും എന്നെ വിളിച്ചു. പക്ഷേ ഇതൊരു സസ്പെൻസ് ആയിട്ടാണ് ഞാൻ വെച്ചത്. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടോ വ്യൂവേഴ്സിനോടോ എനിവേ എൻ്റെ ഈ നാട്ടിലുള്ള കൂട്ടുകാരോട് പോലും ഞാനിത് പറഞ്ഞില്ല, ഒരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തതാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ ഇടുക്കി ചില്ലീസ് എന്ന് പറയുന്ന യൂട്യൂബ് ഫാമിലിയിലേക്ക് ഇനി കാഴ്ചകളുടെ ഒരു മെഗാ പൂരം ഒരുക്കുവാൻ വേണ്ടി നമുക്കൊരു ക്യാമറ എത്തിയിട്ടുണ്ട്. അത് ഒരു നിങ്ങളുടെ മുമ്പിൽ ഒരു അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡ് എടുക്കുന്നത്. ശരിക്കും നമ്മൾ ആമസോണിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഒരു പാക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല ഡെലിവറി സർവീസൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി ഇത് അവർ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് ആഡ് ചെയ്ത് ഇതെങ്ങനെയാണ് വന്നതെന്നും ഇതെങ്ങനെയാണ് പൊട്ടിച്ചതെന്നുള്ള കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് തന്നെ ഈ വീഡിയോ എടുത്തിടണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു, പിന്നെ നമുക്ക് എടുക്കുവാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 2 കളറുള്ള ഡ്രസ്സിലായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഗോപ്രോയുടെ ഹീറോ 9 ആണ് നമ്മൾ എടുത്തത്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് സജഷൻ ചെയ്തത് 9 എടുക്കാനാണ് സജഷൻ ചെയ്തത്. 10ഉം ഉണ്ട്. അപ്പോൾ 10ഉം 9ഉം തമ്മിൽ വലിയ വ്യത്യാസവും ഇല്ല, ബാറ്ററി എല്ലാം ഏകദേശം ഈക്വലാണ്. അപ്പം ഇതാണ് ഇനി നമ്മളെ കാഴ്ചകൾ കാണിക്കാനുള്ള നമ്മുടെ സഹയാത്രികൻ ഗോപ്രോ 9 എന്ന് പറയുന്ന ക്യാമറയാണ്. ഇത് എടുക്കുവാൻ വേണ്ടി സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഒരു പ്രാർത്ഥനയും അതുപോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി സപ്പോർട്ട് തന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരോടും, പ്രത്യേകിച്ച് ദൈവത്തിനോടും ഒരു ബിഗ് താങ്ക്സ് നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ഈ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ക്യാമറ, അതുപോലെ ഒരു OTG കേബിള്, പിന്നെ ഇതിൻ്റെ ബാറ്ററി, പിന്നെ നമുക്ക് ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാനുള്ള 2 മൗണ്ട്. ഇതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ വേറെ കുറേ ആക്സസറീസ് അല്ലാതെ വേറൊരു കമ്പനിയുടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ആക്സസറീസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ വളരെ കുഞ്ഞൊരു ക്യാമറയാണ് ഗോപ്രോ എന്ന് പറയുന്നത്. ശരിക്കും ഒരുപാട് വ്ളോഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 10 മീറ്റർ വെള്ളത്തിൻ്റെ ആഴത്തിൽ ഇത് മുക്കി വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ അതിനൊന്നും തയ്യാറാകുന്നില്ല, കാരണം ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് മേടിച്ചാലേ ഒരു പരീക്ഷണത്തിന് വേണ്ടി എന്തായാലും തയ്യാറാകുന്നില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊന്ന് ഓണാക്കാം അല്ലേ. അപ്പോൾ ഗോപ്രോ 9 10ൻ്റെ ബാറ്ററി ഇതാണ്. ഈ ബാറ്ററി നമുക്ക് ഏകദേശം കണ്ടിന്യൂ ആയിട്ട് 45 മിനിറ്റൊക്കെ ഉപയോഗിക്കാമെന്നാണ് അവർ പറയണേ. പിന്നെ നമുക്കിത് ചാർജ് ചെയ്യാനുള്ളൊരു ചാർജേറ്ററൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ക്ലോസ് എടുത്തോണേ. ഇനി കേസ് അടയ്ക്കണം. മെമ്മറി കാർഡ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇട്ടിട്ടില്ല, നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ കേസൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗിംബല് നമ്മുടെ മോണോപോഡ് വെക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു ക്ലിപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലെൻസൊക്കെ റിമൂവ് ചെയ്ത് ഊരിയിടാവുന്ന ലെൻസാണ്. ഫ്രണ്ട് ഒരു ഡിസ്പ്ലേ നമുക്കുണ്ട്, അതുപോലെ ബാക്ക് ഡിസ്പ്ലേ ഉണ്ട്. നമുക്കിത് ഒന്ന് ഓണാക്കാം അല്ലേ.
ഓണായോ? അപ്പോൾ നമ്മുടെ GoPro 9 ശരിക്കും ഓണായിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമ്മൾ നല്ല വിഷ്വൽസൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ അകത്ത് മോഡുകളൊക്കെ ഒരുപാട് നല്ല മോഡുകളൊക്കെ ഉണ്ട്. സിനിമാറ്റിക് ഉണ്ട്, അത് 180 ഉണ്ട്, അതുപോലെ 4K ഉണ്ട്, അതുപോലെ 5K ഷൂട്ടിംഗ് ഉണ്ട്. മാത്രമല്ല നമുക്ക് കസ്റ്റംസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വേണമെങ്കിലും ഇത് ആക്കാവുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല മോഡുകൾ നമുക്കുണ്ട്. അപ്പോൾ GoPro ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സെറ്റിങ്സ് ഒക്കെ ഓൾറെഡി ഞാൻ GoProയുടെ ആപ്പുമായിട്ട് നമ്മൾ ചെയ്തായിരുന്നു. അതുപോലെ നമുക്കിത് ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് വീഡിയോ നമുക്ക് കണക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അവരുടെ ആപ്പിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് മോഡിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ 180യിലാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ നല്ല കിഡിലർ സ്ലോ മോഷൻ പിക്ചർ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇടുക്കി ചില്ലീസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടിനാലാണ് ഇങ്ങനെ നമുക്കൊരു ക്യാമറ എടുക്കുവാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഇത് ഈ ക്യാമറ വെച്ച് മാക്സിമം നല്ല വിഷ്വൽസ് നമ്മുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മുമ്പിലേക്ക് നമുക്ക് എത്തിക്കും. അതുപോലെ കുറേ വെറൈറ്റി കണ്ടന്റുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലേക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നൽകിയിരിക്കുന്ന സ്നേഹത്താലും സപ്പോർട്ടിനാലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ ഒരു സഹായവും കൃപയും. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളാക്കി വെക്കുകയും ചെയ്യണം കേട്ടോ. മാത്രമല്ല ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും അതുപോലെ ഷെയർ ചെയ്യുവാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.